ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ദൂരേക്കൊന്നും പോയിട്ടില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹൈവേ സൈഡിൽ തന്നെ ഉള്ള ഒരു ലാസ് വെഗാസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഉണ്ട്. അവിടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവരെ തന്നെയാണ് എമറാത്തി മന്തി കൊഴുവേലിപ്പടിക്ക. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അവരുടെ ഷോപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഓഫേഴ്സ് ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പാർസലാണ് കൂടുതലും ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് കഴിക്കാനുള്ളൊരു കൊതി കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്. അങ്ങനെ ലോഡഡ് ഫ്രൈസ് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് കുറച്ച് നേരം പിടിക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ വീട്ടിലേക്ക് പാർസൽ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ 4 പേരും കൂടി വന്നതാണ് കേട്ടോ. അങ്ങനെ 2 എണ്ണമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എനിക്കാകെ 3 എണ്ണം ഓർഡർ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ 2 എണ്ണം പറഞ്ഞത് തന്നെ അധികമായിരിക്കും, കഴിക്കാൻ പറ്റില്ല. ഒന്നാമത് ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസ് നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ മടുക്കും. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം പറഞ്ഞിട്ട് 2 എണ്ണം തന്നെ മതിയായിരുന്നു കേട്ടോ. ബാക്കി വന്നിട്ട് പിന്നെ പൊടിമോനാണത് ഫില്ല് ചെയ്ത് തീർത്തത് കേട്ടോ. പിന്നെ ഫൈഹമോൾക്കായാലും ഒരുപാട് അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡിനോട് വലിയ താല്പര്യവുമില്ല. അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഒരാൾക്ക് മൊയ്റ്റോ വേണമെന്ന് പറഞ്ഞു, ഒരാൾ കരിക്കിൻ്റെ ഷേക്ക് വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വൈകി ഓർഡർ കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ പാർസൽ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഓർഡേഴ്സ് എടുത്തിട്ട് അവർക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടും അവിടെ സ്റ്റാഫ് കുറവായിട്ടും ഞങ്ങൾ കുറച്ച് നേരം പിന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടാണ്. കഴിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മൊയ്റ്റോം അതേപോലെ കരിക്കിൻ്റെ ഷേക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ വൈകി ഓർഡർ കൊടുത്തുകൊണ്ടാണ്. അവർ പറഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് സോറി ഇവിടെ സ്റ്റാഫ് കുറവാണ്, അധികം ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, ഇപ്പം തന്നെ തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈഹമോൾക്കാണെങ്കിൽ കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പം എന്നാൽ ഈ ഫ്രൈഡ് പൊട്ടറ്റോ ഫ്രൈസ് അല്ലേ കൂടുതലും, അപ്പോൾ അതിങ്ങനെ ദാഹിക്കുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ അവർ കൊണ്ടുവന്ന് വെച്ച അങ്ങനെ വെള്ളം ടേബിളിലുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചെങ്കിലും ഫൈഹാക്ക് എങ്ങനെയെങ്കിലും കരിക്കിൻ്റെ ഷേക്ക് കിട്ടണം എന്നായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫൈഹാക്ക് ക്ഷമ കെട്ട് ഫൈഹ വിഷമിച്ച് കാല് കയറ്റിയിട്ട് തലക്ക് കൈ കൊടുത്തൊക്കെ ഇരിപ്പം, എന്താ കൊണ്ടുവരാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞാൻ സമാധാനിപ്പിച്ച് വേണ്ടി ഇപ്പോൾ കൊണ്ടുവരും ഫൈഹ, നമ്മൾ വൈകി പറഞ്ഞുകൊണ്ടല്ലേ, അവരെന്ത് ചെയ്യാനാണ്, നമ്മൾ ആദ്യം പറഞ്ഞെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം അവർ തന്നേനെ എന്നൊക്കെ പറഞ്ഞ് ഫൈഹാനെ ഞാൻ സമാധാനിപ്പിച്ചിരുത്തിയിട്ട്. അപ്പോൾ പൊടിമോനാണെങ്കിൽ അത് കൊണ്ടുവന്നതിന് ശേഷം കഴിക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ച് ലോഡഡ് ഫ്രൈസ് ബാക്കി വെച്ചിട്ട് ഫൈഹ അത് വിഷമിച്ചിരിക്കണ ഇരിപ്പാണ്ടത്. അങ്ങനെ ഞങ്ങളത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും അവർ പിന്നെ കരിക്കിൻ്റെ ഷേക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്റ്റോം ഒക്കെ കൊണ്ടുവന്നിട്ടാണ്. പിന്നെ പിള്ളേരതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ മുട്ടം വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കടയിലൊന്ന് കയറണം. മെട്രോ പില്ലർ നമ്പർ 187 ആണ് വരുന്നത് കേട്ടോ.